സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. കറക്റ്റ് 24 മണിക്കൂർ. എനിക്കും നിങ്ങൾക്കും ലോകത്തുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകൾക്കും ഇതിൽ യാതൊരു മാറ്റവുമില്ല. എന്നിട്ടും ഈ ഒരേ സമയം കൊണ്ട് ചിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. നമ്മളാണെങ്കിലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ഓട്ടമായിരിക്കും. പക്ഷെ ദിവസാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യമായിട്ട് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല. ഇതൊരു വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നാറില്ലേ? വ്യത്യാസം എവിടെയാണെന്ന് അറിയാമോ? ഈ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് അവർക്ക് കൃത്യമായൊരു സിസ്റ്റം അറിയാം. നമ്മുടെ ഈ 24 മണിക്കൂറിൽ തന്നെ 2-3 ഇരട്ടി കാര്യങ്ങൾ വളരെ കൂളായിട്ട് തീർക്കാൻ പറ്റുന്ന കുറച്ച് വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സാധാരണ ദിവസം ഒന്ന് ആലോചിച്ചു നോക്കും. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ഫോൺ കയ്യിലെടുക്കും. നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ കറങ്ങി വരുമ്പോഴേക്കും അരമണിക്കൂർ പോയത് നമ്മൾ അറിയില്ല. എൻ്റെയും ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ചാനലിൽ ആ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ സ്ക്രിപ്റ്റ് എഴുതാനോ ഞാൻ ലാപ്ടോപ്പ് തുറക്കും. അപ്പോഴായിരിക്കും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നത്. ആ പ്രധാനപ്പെട്ട വർക്ക് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകും. തിരിച്ചു വന്ന് വീണ്ടും ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നേരത്തെ എവിടെയാണ് നിർത്തിയത് എന്ന് ഓർത്തെടുക്കാൻ തന്നെ വീണ്ടും ഒരു 10 മിനിറ്റ് പോകും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ആകെ ടയർഡാവും. കൂടെ ആ വീഡിയോ എഡിറ്റിങ്ങും ബാക്കി കിടപ്പുണ്ടാവും. ഇങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലൊന്ന് മാറ്റിയെടുക്കാൻ ഈ 4 കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയി തോന്നി. അത് നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കി പറയും. നമ്മളെല്ലാവരും ഡെയിലി തീർക്കാനുള്ള ഒരു 10-15 കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുകയോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ലേ? എന്നിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങും. പക്ഷേ ഇതൊരു വലിയ ട്രാപ്പാണ്. കാരണം ഈ ചെറിയ കാര്യങ്ങൾ തീരുമ്പോഴേക്കും നമ്മുടെ എനർജി പകുതിയും തീർന്നിട്ടുണ്ടാകും. ഒരു റിയൽ ലൈഫ് ഉദാഹരണം നോക്കാം. നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം എന്ന് വിചാരിക്കാം. അതാണ് ശരിക്കും നമ്മുടെ ലൈഫ് മാറ്റാൻ പോകുന്ന മെയിൻ കാര്യം. പക്ഷേ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ വേറെയും കാര്യങ്ങൾ കാണും. ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ആ വലിയ പ്ലാനിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഡെസ്ക് ക്ലീനിങ്ങിലേക്കും മെസ്സേജ് അയക്കാനും ഒക്കെ പോകും. കാരണം അത് പെട്ടെന്ന് തീർക്കാമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നും. പക്ഷേ ലൈഫിൽ ശരിക്കും റിസൾട്ട് ഉണ്ടാക്കേണ്ട ആ പ്രധാനപ്പെട്ട ജോലി മാത്രം അവിടെ ബാക്കി കിടക്കും. ഇത് ഒഴിവാക്കാൻ സിമ്പിളായിട്ട് ഒരു കാര്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിക്കാം, ഇന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതൊരു കാര്യം തീർത്താലാണ് എനിക്ക് സമാധാനം കിട്ടുക എന്ന്. ആ ഒരു ഒറ്റ കാര്യം ആദ്യം തന്നെ ഫുൾ എനർജിയിൽ അങ്ങ് തീർക്കണം. ബാക്കിയൊക്കെ പിന്നെ സാവധാനം നോക്കാം. ഇന്ന് ഞാൻ ഈ പണി തീർക്കും എന്ന് വെറുതെ വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മിക്കവാറും നമ്മളത് തൊടില്ല. ഇതിനു പകരം ഓരോ പ്രധാനപ്പെട്ട കാര്യത്തിനും കലണ്ടറിൽ കൃത്യമായ ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ അലമാര ആകെ അലങ്കോലമായി കിടക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ടാകും, ഇന്ന് ഞാൻ ആ അലമാര മുഴുവൻ അടുക്കി പെറുക്കി വെക്കുമെന്ന്. പക്ഷേ അങ്ങനെ വെറുതെ വിചാരിച്ചാൽ നമ്മളത് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അതിനു പകരം നാളെ രാവിലെ 10 മുതൽ 11 വരെ ഞാൻ ആ അലമാര അടുക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കും എന്ന് തീരുമാനിക്കണം. ആ സമയത്ത് വേറെ ആര് വിളിച്ചാലും ഫോണിൽ എന്ത് മെസ്സേജ് വന്നാലും നമ്മൾ ആ വർക്ക് മാത്രമേ ചെയ്യാവൂ. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇതിനൊരു വലിയ പവറുണ്ട്. പാർക്കിൻസൺസ് ലോ എന്നാണ് ഇതിനെ പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷയ്ക്ക് തലേ ദിവസം നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു ബുക്ക് മുഴുവൻ പഠിച്ചു തീർക്കാറില്ലേ? അവിടെ കൃത്യമായ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. സമയം തീരാറായി എന്നൊരു പ്രഷർ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകില്ല. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ടൈം ബ്ലോക്കിങ്ങിലൂടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെറുതെ ഫോൺ എടുത്ത് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും നോക്കുന്ന ശീലം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. ഇതൊന്ന് മാറ്റിയെടുത്താൽ തന്നെ വലിയ വ്യത്യാസമുണ്ടാകും. ഒരേ സമയം 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ വേഗം പണി തീരും എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിചാരം. പക്ഷെ സത്യം അതല്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ത്രില്ലർ സിനിമയോ വെബ് സീരീസോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സസ്പെൻസ് പൊളിക്കുന്ന ആ മെയിൻ സീൻ എത്താറായി. അപ്പോഴായിരിക്കും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് മെസ്സേജ് നോക്കാൻ പോകും.
അവിടെ 1-2 പേർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും ആ സിനിമ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകും? ആ സിനിമയുടെ ആ ഒരു ത്രില്ലിംഗ് മോഡ് അപ്പം മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ടാകും അല്ലേ? പിന്നെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടാലേ നമുക്ക് ആ ഫീല് തിരിച്ചു കിട്ടും. നമ്മൾ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ കൃത്യമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സയൻസ് പറയുന്നത് ഒരു പണിയിൽ നിന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പഴയ ആ ഫോക്കസിലേക്ക് തിരിച്ചു വരാൻ ബ്രെയിനിന് ഏകദേശം 23 മിനിറ്റോളം എടുക്കും എന്നാണ്. ദിവസം 10 തവണ ഇങ്ങനെ ശ്രദ്ധ മാറിയാൽ എത്ര മണിക്കൂറാണ് നമ്മൾ അറിയാതെ തന്നെ വെറുതെ കളയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എന്ത് പ്രധാനപ്പെട്ട ടാസ്ക് ചെയ്യുമ്പോഴും ബാക്കി എല്ലാം ഓഫ് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ പൂർണ്ണമായി ഫോക്കസ് ചെയ്തിരുന്നാൽ കിട്ടുന്ന റിസൾട്ട് വേറെ ലെവലാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം കണ്ടുപിടിക്കണം. അത് ആദ്യം തന്നെ ചെയ്തു തീർക്കണം. പ്രധാനപ്പെട്ട പണികൾക്കൊക്കെ കലണ്ടറിൽ കൃത്യമായ ഒരു സമയം അങ്ങ് ഫിക്സ് ചെയ്യണം. ഒരു സമയത്ത് ഒരൊറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്യാം. എപ്പോഴും തിരക്കിട്ട് ഓടി നടക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. 100 ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയൊരു കാര്യം ചെയ്യാതിരിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മുടെ ലൈഫ് മാറ്റാൻ പോകുന്ന ആ ഒരു വലിയ കാര്യം തീർക്കുന്നതാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം സ്വയം ചോദിക്കണം. ഇന്ന് ഞാൻ തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്നിട്ട് അതങ്ങ് ചെയ്തു തുടങ്ങുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.